Hi all. Today's class we are starting our third module. In this module we are discussing overview of SMPS switched mode inverters as well as principles of PWM switching schemes, UPS, our three-phase inverters, a single-phase inverter, three-phase inverter, UPS, അതുപോലെ എന്താണ് ഡിഫറെൻറ്റ് PWM സ്വിച്ചിങ് സ്കീംസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സിംഗിൾ ഫേസ് ഇൻവെർട്ടേഴ്സിലെ ഹാഫ് ബ്രിഡ്ജ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സ് കോൺഫിഗറേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻവെർട്ടർ? വാട്ട് ഈസ് ആൻ ഇൻവെർട്ടർ? അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ എന്താണ് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇൻവെർട്ടർ മീൻസ് എന്താണ് നമ്മളെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ എന്താണ്? ആക്ച്വലി കറണ്ട് പോകുമ്പോൾ നമുക്ക് കറണ്ട് സപ്ലൈ റീറ്റെയിൻ ചെയ്യും. അതാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എന്താണ് ഇൻവെർട്ടേഴ്സ്? ടെക്നിക്കലി ഇൻവെർട്ടേഴ്സ് മീൻസ് വാട്ട്? ഇൻവേർട്ട്. അപ്പോൾ ഇൻവേർട്ട് മീൻസ് എ സിനെ ഡി സി ആക്കിയിട്ട് നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും വീട്ടിൽ. അതായത് നമ്മുടെ KCB സപ്ലൈയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ റെക്ടിഫയർ പഠിച്ചു അല്ലേ? എ സിനെ ഡി സി ആക്കുന്നത് റെക്ടിഫയർ എങ്ങനെയാണ്? ഇങ്ങനെയുള്ള എ സിനെ നമ്മൾ എന്ത് ചെയ്യും? റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് ഡി സി ആക്കി അതിന് ഫിൽറ്റർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഡി സി കിട്ടും. അപ്പോൾ ഈ ഡി സി ആയിട്ടാണ് നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലേ? ബാറ്ററിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പം സ്റ്റോർ ചെയ്ത് വെച്ച കറണ്ട് പോകുമ്പോൾ നമ്മൾ KCB സപ്ലൈ ഫെയിലിയർ ആകുമ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച സപ്ലൈ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ട് വീണ്ടും എ സി ആക്കും. ഓക്കെ, അതായത് എ സിന്ന് ഡി സിയിലേക്കുള്ള കൺവേർഷൻ, അതാണ് റെക്ടിഫയർ. ഓക്കെ, അപ്പോൾ തിരിച്ച് ഡി സിനെ എ സി ആക്കുന്നതാണ് ഇൻവെർട്ടർ. ഓക്കെ, എ സി ടു ഡി സി ആണ് റെക്ടിഫയർ, ഡി സി ടു എ സി ആണ് ഇൻവെർട്ടർ. അപ്പോൾ നമ്മൾ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൗസ് ഹോൾഡ് ഇൻവെർട്ടേഴ്സ് മീൻസ് ആക്ച്വലി നമ്മുടെ എന്താണ് KCB സപ്ലൈ വരുന്നുണ്ട്. ഞാൻ ഇത് സ്കീം വരയ്ക്കാം. KCB സപ്ലൈ വരുന്നുണ്ട് അല്ലേ? KCB എന്നുണ്ടാവും, ഫേസ് ഉണ്ടാവും, ന്യൂട്രൽ ഉണ്ടാവും. ഈ KCB സപ്ലൈയിൽ നിന്ന് നമ്മളിങ്ങനെ എടുത്ത് ഒരു റെക്ടിഫയറിന് നമുക്ക് ഡയോഡ് റെക്ടിഫയർ എന്നുള്ള രീതിയിൽ വരക്കാം. അതായത് റെക്ടിഫയറിന് R കൊണ്ട് എഴുതി ഒരു റെക്ടിഫയറിലേക്ക് കൊടുത്തു. റെക്ടിഫയർ എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള എ സി വോൾട്ടേജിനെ റെക്ടിഫയർ ഡി സി ആക്കി. പ്യുവർ ഡി സിയോ പൾസേറ്റിംഗ് ഡി സിയോ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി റെക്ടിഫയർ. അപ്പോൾ ഡി സി ആക്കി. ഡി സി ആയിട്ട് കിട്ടുന്ന ഇതാണ്. ഇതിപ്പോൾ എന്താണ്? ഡി സി ആണ്. അപ്പോൾ ഡി സിനെ നമ്മളിവിടെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തു. നിങ്ങളിത് വരച്ചെടുത്തോ. ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ബാറ്ററിയിൽ നിന്ന് കറണ്ട് പോകുമ്പം ബാറ്ററിയിൽ എന്താണ്? ഡി സി ആണ്. ഈ ഡി സി നമ്മൾ ഒരു ഇൻവെർട്ടർ ഉപയോഗിച്ചിട്ട് എന്താണ് നേരെ തിരിച്ച് ഇങ്ങനെ എടുക്കാം. റെക്ടിഫയറിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ ഇൻവെർട്ടർ യൂസ് ചെയ്യും. വീണ്ടും എ സി ആക്കും. ഓക്കെ, നമുക്ക് എ സി ഇവിടെ ഇനീഷ്യലി എ സി ആണുള്ളത്. അപ്പോൾ ഇവിടെയും എന്തായി? എ സി തന്നെ കിട്ടി. അപ്പോൾ ഇൻവെർട്ടർ അതാണ്. വാട്ട് ഈസ് ആൻ ഇൻവെർട്ടർ? ഈ ഒരു സെക്ഷൻ, അതായത് ഡി സിനെ എ സി ആക്കുന്ന സ്വിച്ചിങ് കൺവേർട്ടറിനെയാണ് നമ്മൾ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിലേക്ക് വരാം. സ്വിച്ച് മോഡ് ഇൻവെർട്ടേഴ്സ്. സ്വിച്ച് മോഡ് DC to AC inverters are used in AC motor drives and uninterruptible AC. Objective is to produce a sinusoidal AC output voltage whose magnitude and frequency can both be controlled. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഇൻവെർട്ടർ? എന്താണ്? എ സി ഡി സിനെ എ സി ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതിൽ വേറൊരു കാര്യം, ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ക്യാൻ ബി
കൺട്രോൾഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് എ സി വേരിയബിൾ എ സി, ഇപ്പോൾ നമ്മൾ 50 ഹെർട്സ് എ സി എന്നുള്ളതിന് പകരം 60 ഹെർട്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യലി എ സിനെ നമ്മൾ ഡി സി ആക്കും. ഡി സിയിലെ ഫ്രീക്വൻസി 0 അല്ലേ, വീണ്ടും ആ ഡി സിനെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസിയിലേക്ക് മാറ്റാം. അതായത് എ സിന്ന് എ സിയിലേക്ക് മാറ്റുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, ഡി സിന്ന് ഇഷ്ടമുള്ള ഫ്രീക്വൻസിയിലേക്കും ഇഷ്ടമുള്ള മാഗ്നിറ്റ്യൂഡും നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് സ്വിച്ച് മോഡ് ഇൻവെർട്ടേഴ്സിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതൊരു സ്കീമാറ്റിക് ഡയഗ്രാമാണ്. അപ്പോൾ ഒരു എ സി മോട്ടോർ ഡ്രൈവ്സ്, അപ്പോൾ എ സി മോട്ടോർ ഡ്രൈവിൽ വേരിയബിൾ മാഗ്നിറ്റ്യൂഡുള്ള എ സി വേണം, അതുപോലെ വേരിയബിൾ ഫ്രീക്വൻസീസുള്ള എ സി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 60 ഹെർട്സ് എ സിനെ റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് ഡി സി ആക്കി. അപ്പോൾ ഡി സിയിൽ വീണ്ടും ഒരു സ്വിച്ച് മോഡ് ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്തിട്ട് എ സി ആക്കി. അപ്പോൾ നമ്മുടെ മോട്ടറിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള എ സി കിട്ടും. അതുപോലെ മോട്ടറിൻ്റെ റിക്വയർഡ് ഫ്രീക്വൻസിയിലുള്ള എ സി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, Inverters are the circuits that convert DC to AC. More precisely, inverters transfer the power from DC source to an AC source. ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവെർട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ അപ്ലിക്കേഷൻ സച്ച് ആസ് അഡ്ജസ്റ്റബിൾ സ്പീഡ് എ സി മോട്ടോർ ഡ്രൈവ്. അതാണ് അഡ്ജസ്റ്റബിൾ സ്പീഡ് എ സി മോട്ടോർ ഡ്രൈവ്. അതായത് എ സി മോട്ടറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എ സി മോട്ടറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്ന് ഫ്രീക്വൻസി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു മെത്തേഡാണ് എന്താണ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസിയൊക്കെ കൺട്രോൾ ചെയ്തിട്ട്. അപ്പം എ സി മോട്ടറിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യാം. ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ ചോദിച്ചാൽ എഴുതണം. അതുപോലെ അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈസ്. അപ്പോൾ യു പി എസ് നമുക്ക് വരുന്ന ക്ലാസ്സിൽ എടുക്കാനുണ്ട്. അപ്പോൾ എന്താണ് യു പി എസ്? നമ്മുടെ ലാബിലൊക്കെ യു പി എസ് യൂസ് ചെയ്യാറില്ലേ? യു പി എസ് സെയിം തന്നെയാണ്. ഇത് നമ്മളെ കെ സി ബി സപ്ലൈ, കെ സി ബി അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, കെ സി ബി എ സി സപ്ലൈ അല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യു പി എസിൽ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിന്നൊരു സപ്ലൈ എടുത്ത് ഒരു റെക്ടിഫയർ യൂസ് ചെയ്തിട്ട് ഒരു ബാറ്ററി സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു ബാറ്ററിയിൽ നിന്ന് ഒരു ഇൻവെർട്ടർ എടുത്തിട്ട് എന്ത് ചെയ്യും, എ സി ഉണ്ടാക്കും. എ സി ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കും. അപ്പം എപ്പോഴാണോ ഒന്നുകിൽ ഇങ്ങനെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു കണക്ഷൻ ഒഴിവാക്കും. അതെപ്പോഴും നമ്മൾ ഈ ഇൻവെർട്ടർ വഴി ഇവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇൻവെർട്ടർ വഴി റെക്ടിഫൈ ചെയ്ത് ഡി സി എ സി ആക്കിയിട്ടായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ പവർ സപ്ലൈ പോയി കഴിഞ്ഞാൽ, അതായത് ഈ ഒരു കെ സി ബി സപ്ലൈ ഓഫായി കഴിഞ്ഞാലും എന്തുണ്ടാവും, തൽക്കാലം നമ്മുടെ ബാറ്ററിയിൽ കുറച്ച് സ്റ്റോർ ചെയ്ത എനർജി ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മുടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു യു പി എസ്, അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. അൺഇൻറ്ററപ്റ്റബിൾ അതായത് ബ്രേക്ക് ആവില്ല, എല്ലാ സമയത്തും നമുക്ക് പവർ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ കെ സി ബി സപ്ലൈ പോകുമ്പം ബാറ്ററിയിൽ നിന്ന് യൂസ് ചെയ്യും. ഇനി വീണ്ടും കെ സി ബി സപ്ലൈ വരുമ്പോൾ വീണ്ടും ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യും, കുറച്ചെടുത്തിട്ട് ഇൻവെർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. അതുപോലെ റണ്ണിങ് എ സി അപ്ലയൻസസ് ഫ്രം ആൻ ഓട്ടോമൊബൈൽ ബാറ്ററി. അപ്പം നമ്മുടെ വാഹനങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ എ സി അപ്ലയൻസസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മുടെ മോട്ടോർ വെഹിക്കിൾസിലൊക്കെ കൂടുതലായിട്ടും ഡി സി ബാറ്ററി എന്നല്ലേ നമുക്ക് എ സി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മൊത്തം നമ്മൾ ഉപയോഗിക്കും, ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, ഫോർ സിനുസോയിഡൽ എ സി ഔട്ട്പുട്ട് the magnitude, frequency and phase should be controllable. അതായത് ഫോർ സിനുസോയിഡൽ എ സി ഔട്ട്പുട്ട് മാഗ്നിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ് ഷുഡ് ബി കൺട്രോളബിൾ. നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് എ സി ഔട്ട്പുട്ട് വേവ് ഫോം, ദീസ് ടോപ്പോളജീസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ ആൻഡ് കറണ്ട് സോഴ്സ് ഇൻവെർട്ടർ. അപ്പം ഇൻവെർട്ടേഴ്സ് മെയിനായിട്ട് 2 ടൈപ്സ് ആണുള്ളത്. വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് അല്ലെങ്കിൽ കറണ്ട് സോഴ്സ് ഇൻവെർട്ടേഴ്സ്. അപ്പം
നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് ഇൻവേർട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊത്തം ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ടുള്ള ഇൻവേർട്ടേഴ്സാണ്. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടേഴ്സാണ് നമ്മൾ കൂടുതലായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് സോഴ്സ് ഇൻവേർട്ടേഴ്സ് നമ്മളെ ഈ ഒരു സിലബസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടു. അതുകൊണ്ട് കറണ്ട് സോഴ്സ് ഇൻവേർട്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടേഴ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടെന്നല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൊത്തം വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, VSIs can be further divided into pulse width modulated inverters, square wave inverters, single phase inverters with voltage cancellation. അപ്പോൾ ഇത് പറയുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് ഇൻവെർട്ടേഴ്സ്, സ്ക്വയർ വേവ് ഇൻവെർട്ടേഴ്സ്. ഈ രണ്ട് നമ്മൾ പറഞ്ഞത് നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ ഇൻവെർട്ടർ ഓൺ ചെയ്യും. ചില സമയങ്ങളിൽ നമ്മൾ LED TVക്കൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അല്ലേ. LED TV ഫ്ലിക്കറിങ്സ് ഒക്കെ ഉണ്ടാകുന്ന കേസസ് ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്നുള്ള രീതിയിൽ നമുക്ക് മെയിനായിട്ട് സൈൻ വേവ് ഇൻവേർട്ടർ, അതുപോലെ സ്ക്വയർ വേവ് ഇൻവേർട്ടേഴ്സ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് VSIയിലെ കുറച്ച് കൺട്രോൾ സ്കീംസിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ പൾസ് വിഡ്ത്ത് മോഡുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൾസ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവേർട്ടർ. സ്ക്വയർ വേവ്, അതായത് അതിൻ്റെ സ്വിച്ചിങ് സീക്വൻസ് പൾസസ് സ്ക്വയർ വേവ് ആയിരിക്കും. അതാണ് സ്ക്വയർ വേവ് ഇൻവേർട്ടേഴ്സ്. അതായത് ആ ഇൻവേർട്ടറിൻ്റെ കൺട്രോളിനെ ബേസ് ചെയ്തിട്ട് മെയിനായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പം ഇന്ന് ഹാഫ് ബ്രിഡ്ജും ഫുൾ ബ്രിഡ്ജും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൺട്രോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ എല്ലാം കൂടി ആയാൽ മാത്രമേ നമ്മൾ ഇൻവേർട്ടർ എന്നുള്ള ടോപ്പിക്കിലേക്ക് കടക്കൂ. Voltage source inverter, single phase. A single phase voltage source inverter is classified into അതിൻ്റെ കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ട് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ, ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ, പുഷ് പുൾ ഇൻവെർട്ടർ ടോപ്പോളജി. ഇങ്ങനെ ഹാഫ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ്, പുഷ് പുൾ, ഇത് മൂന്നുമാണ് നമ്മുടെ സിലബസിലുള്ളത്. ഇങ്ങനെ മൂന്നായിട്ടാണ് ഈ സിംഗിൾ ഫേസ് ഇൻവെർട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പഠിച്ചു, ഹാഫ് ബ്രിഡ്ജും ഫുൾ ബ്രിഡ്ജ് കോൺഫിഗറേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ ഇവിടെ ഇൻവെർട്ടർ ടോപ്പോളജിയിൽ ഹാഫ് ബ്രിഡ്ജ് ഉണ്ട്, ഫുൾ ബ്രിഡ്ജ് ഉണ്ട്, പുഷ് പുൾ ടോപ്പോളജീസ് ഉണ്ട്. Although the power range they cover is the low one, they are widely used in power supplies, single phase UPS, and currently to form elaborate high power static power topologies such as, for instance, the multi-cell configurations. Okay, and അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞതാണ്. ഓക്കെ, സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഇൻവെർട്ടർ എന്താണെന്നുള്ളൊരു കാര്യം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ശ്രമിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മളിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡയറക്റ്റ് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് VSIയിലേക്ക് വന്നത്. അപ്പോൾ നോക്കുക, VI പ്ലസ് മൈനസ്. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് എൻ്റെതായ രീതിയിൽ മാറ്റി വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, രണ്ട് കപ്പാസിറ്റർ. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സിനെ ഇങ്ങനെ രണ്ട് കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്താ ഉണ്ടാവുക? ഈ ടോട്ടൽ വോൾട്ടേജ് VIനെ ഹാഫായിട്ട് തിരിയും. VD/2 VD/2ഉം VD ആണെങ്കിൽ രണ്ടായിട്ട് VD/2 VD/2 എന്നുള്ള രീതിയിൽ രണ്ട് വോൾട്ടേജ് സോഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വോൾട്ടേജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കെന്ത് ചെയ്യാം, രണ്ട് വോൾട്ടേജ് സോഴ്സ് എടുക്കാം. അതായത് രണ്ട് വോൾട്ടേജ് സോഴ്സ് വരച്ച് ഞാൻ, അതായത് VD ഇങ്ങനെ VD/2 എന്തോ ഒരു വോൾട്ടേജ്, രണ്ട് വോൾട്ടേജ്. അപ്പോൾ രണ്ട് വോൾട്ടേജ് സോഴ്സ് ഇങ്ങനെ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ സെൻറ്ററിൽ ഒരു ലോഡ് വരച്ചു. നിങ്ങളിത് വരച്ചെടുക്കുക കേട്ടോ. സെൻറ്ററിലൊരു ലോഡ് വരച്ചു. എന്നിട്ട് ഇവിടെ ഒരു സ്വിച്ച് വരച്ചു. ഇങ്ങനെ ഇവിടെ ഒരു സ്വിച്ച് വരച്ചു, S1 S2. ഓക്കെ,
ഇത് രണ്ടും സ്വിച്ചസ് ആണ്. വരച്ചത് ക്ലിയർ അല്ലേ? ഇത് ലോഡാണ്, LOAD. ഓക്കെ, ലോഡ്. ഒരു വോൾട്ടേജ് സോഴ്സ് VD ചെയ്ത് പ്ലസ് മൈനസ്, അതാണ് ചെറിയ വര, പ്ലസ് മൈനസ്. ഇനി നോക്കാം. ഇനി വെൻ S1 ഈസ് ടേൺഡ് ഓൺ, ഞാൻ S1 സ്വിച്ച് ഓൺ ചെയ്ത് വിചാരിക്കുക, എന്ത് പറ്റും? ഈ ഒരു VD യിലെ വോൾട്ടേജ് നമ്മൾ ഈ ലോഡിൻ്റെ അപ്പുറം, ആ ലോഡിൻ്റെ ഇവിടെ പ്ലസ് കിട്ടും, ഇവിടെ മൈനസ് കിട്ടും അല്ലേ? അപ്പോൾ ആ കിട്ടിയ വോൾട്ടേജ് നമുക്ക് എന്ത് വരക്കാം? ലോഡിൽ കിട്ടിയ വോൾട്ടേജ് ലോഡിൻ്റെ ഇപ്പുറം പ്ലസ് ആയി, അങ്ങനെ നമുക്ക് ഇവിടെ ലോഡ് പ്ലസ് കിട്ടി അല്ലേ? ഇതല്ലേ VD, ഇങ്ങനെ കിട്ടി നമുക്ക് ലോഡിൽ. അപ്പോൾ ഞാൻ സ്വിച്ച് ഒരു ഇത്ര പോലെ ടൈമാണ് സ്വിച്ച് S1 ഓൺ ആക്കിയത്. ഇനി എന്ത് ചെയ്ത് സ്വിച്ച് S1 ഞാൻ ഓഫ് ചെയ്താണ് ഇങ്ങനെ കാണിച്ചത്. സ്വിച്ച് S1 ഓഫ് ചെയ്ത പാട് ഞാൻ എന്ത് ചെയ്തു? S2 ഓൺ ചെയ്തു. S1 ഓഫ് ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടല്ല, ഡയറക്റ്റ് S2 ഓൺ ചെയ്തു. അപ്പോൾ S2 ഓൺ ചെയ്യുമ്പോൾ എന്താവും? ശ്രദ്ധിക്കുക, ഇവിടെയുള്ള ഈ VD അല്ലേ, ഈ VDയുടെ പ്ലസ് ഇവിടെയാണ്, മൈനസ് ഇവിടെയാണ്. അപ്പം ഇങ്ങനെയാണ്, ഈ ഒരു പാത്തിൽ ഇങ്ങനെ വന്നില്ലേ? അപ്പോൾ ലോഡിൻ്റെ ഇവിടെ പ്ലസ് കിട്ടി, ഇവിടെ മൈനസ് കിട്ടി അല്ലേ? ശ്രദ്ധിക്കുക, ഇനീഷ്യലി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇനീഷ്യലി ലോഡിൻ്റെ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ഉള്ളത്. അപ്പോൾ അടുത്ത S2 ഓൺ ചെയ്യുമ്പം ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും ആയി. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന നമ്മുടെ വേവ് ഫോം നേരെ തിരിച്ചു അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ഇതെന്താണ്? സിമിലർ ടു ദാറ്റ് ഓഫ് അതായത് AC വേവ് ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടാവും. ഇത് പ്യുവർ AC വേവ് ഫോം, സൈനാണ്. അപ്പം ഇതെന്താണ്? സ്ക്വയർ ഫോമിലുള്ള ഒരു AC, അതായത് വേരിയിങ് അതായത് പോസിറ്റീവ് നെഗറ്റീവിൽ വേരി ചെയ്യുന്നുണ്ട്, ബട്ട് സ്ക്വയറാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്വയറിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു കപ്പാസിറ്ററോ ഒരു ഫിൽറ്റർ, ഏതെങ്കിലും ഒരു ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇതെന്ത് പറ്റും? ഇത് ആക്ട് സിമിലർ ടു ദാറ്റ് ഓഫ് AC. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇൻവേർട്ടറിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഈ കോൺഫിഗറേഷൻ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. പ്ലസ് മൈനസ്, ഓക്കെ, പ്ലസ് മൈനസ് ഇങ്ങനെ സെൻറ്ററിൽ ലോഡ്. ഓക്കെ, അപ്പം S1 ഓൺ ആക്കുമ്പോൾ ലോഡിൻ്റെ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് വന്നു. S2 ഓൺ ആക്കുമ്പോൾ ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് വന്നു. അതായത് ലോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് റിവേഴ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് കോൺഫിഗറേഷൻ ഓഫ് സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ. ഇനി നോക്കാം, ഇനി ഈ സർക്യൂട്ടിൽ എങ്ങനെയാണ്? ഈ സർക്യൂട്ടിൽ നമ്മൾ VDനെ രണ്ട് കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ട് VI/2 VI/2 അങ്ങനെ രണ്ട് വോൾട്ടേജ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ ഒരു സ്വിച്ച് S ഉണ്ട്, S+, S-, ഇങ്ങനെ രണ്ട് സ്വിച്ചസ് ഉണ്ട്. ഇനി ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നടുക്ക് തന്നെയാണ് അല്ലേ? ഇതിൻ്റെ നടുക്കാണ് അല്ലേ? ഇതിൻ്റെ നടുക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം അവർ ഇവിടുന്നൊരു ടേംസ് എടുത്ത് എന്നിട്ട് ഇവിടെയാണ് ലോഡ് റെസിസ്റ്റർ അല്ലെങ്കിൽ VO കാണുന്നില്ലേ? ഇവിടെയാണ് അവർ ലോഡ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഓക്കെ, ഫിഗർ നോക്കിയിട്ട് മനസ്സിലാക്കുക. അതായത് ഇവിടെയാണ് പ്ലസ് മൈനസ് എന്നില്ല ലോഡ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്? സ്റ്റേറ്റ് പ്ലസ് ഈസ് ഓൺ ആൻഡ് മൈനസ് ഈസ് ഓഫ്. അതായത് സ്വിച്ച് S+, ഈ സ്വിച്ച് ഓണാക്കി. അപ്പോൾ ഈ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഷോർട്ടായി. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? മൈനസ് ഈസ് ഓഫ്. മൈനസ് ഏതാ? ഇത് ഓഫാണ്. അപ്പം എന്താ കിട്ടുക? ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് നമ്മുടെ ലോഡിൽ കിട്ടും അല്ലേ? ഇങ്ങനെ കിട്ടി. അതായത് ലോഡ് ഇതിവിടെ ലോഡാണെങ്കിൽ ലോഡിൻ്റെ ഇവിടെ പ്ലസും ഇവിടെ മൈനസും കിട്ടി അല്ലേ? ഇനി നെക്സ്റ്റ് കേസാണ് മൈനസ് ഈസ് ഓൺ പ്ലസ് ഈസ് ഓഫ്. അതായത് മൈനസ് ഇത് ഈ സ്വിച്ച് ഓണാണ്, അതായത് സ്വിച്ച് ഓണാണ്, മുകളിലത്തെ സ്വിച്ച് ഈ സ്വിച്ച് ഓഫാണ്, ഈ ഒരു സ്വിച്ച് മാത്രം ഓൺ. അപ്പം എന്തായിരിക്കും കിട്ടുക? ഇവിടെ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പം മുകളിൽ മൈനസാണ് കിട്ടുക അല്ലേ? മുകളിൽ മൈനസ് കിട്ടി, താഴെ പ്ലസ് കിട്ടി. ഓക്കെ അല്ലേ? ഒന്നുമില്ല, ഈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നേരെ തിരിഞ്ഞില്ലേ? അതായത് താഴെ പ്ലസ്സും മുകളിൽ മൈനസും. നമുക്ക് നേരത്തെ കിട്ടിയത് മുകളിൽ പ്ലസ്സും താഴെ മൈനസും ആണ്. അതായത് ലോഡിൻ്റെ ഫസ്റ്റ് ഇവിടെ പ്ലസ് ഇവിടെ മൈനസും ആണെങ്കിൽ സെക്കൻഡ് കേസിൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും കിട്ടി. അതായത് വേവ് ഫോം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരക്കാം? ഇനീഷ്യൽ കേസിൽ ഇങ്ങനെ കിട്ടി, അതായത് VD/2
2 കിട്ടി. പിന്നെ അടുത്തൊരു സ്റ്റേറ്റ് കൂടി ഉണ്ട്, പ്ലസ് ആൻഡ് മൈനസ് ആർ ഓഫ്. പ്ലസ്സും മൈനസും രണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? പ്ലസ്സും മൈനസും രണ്ടും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഒന്നും കിട്ടില്ല. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ ഫേസ് ഹാഫ് ബ്രിഡ്ജ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടറിൻ്റെ വർക്കിംഗ്. S1 ഓൺ ആകുമ്പോൾ പോസിറ്റീവ് കിട്ടും ലോഡിന്, S2 ഓൺ ആകുമ്പോൾ നെഗറ്റീവ് കിട്ടും. ഓക്കെ. 2 large capacitors are required to provide the neutral point N such that each capacitor maintains a constant voltage Vi is equal to 2. Because the current harmonics injected by the operations of the inverters are low order harmonics, a set of large capacitors C plus and C minus is required. It is clear that both switches S plus and S minus cannot be on simultaneously because a short circuit across the DC link voltage source Vi would be produced. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും S1ഉം S2 ഒന്നിച്ച് ഓൺ ചെയ്യാൻ പാടില്ല. അപ്പോൾ S1ഉം S2 ഓൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ചെറിയ ബ്ലാങ്കിങ് ഉണ്ടാവും. ആ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായാൽ മാത്രമേ ഇൻവെർട്ടർ വർക്ക് ചെയ്യൂ. കാരണം രണ്ടും അറ്റ് എ ടൈം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഷോർട്ടായി അല്ലേ, നമ്മുടെ ഈ വോൾട്ടേജ് സോഴ്സ് ഡയറക്റ്റ് ഷോർട്ടായി. അപ്പോൾ വെരി ഹൈ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഈ വയറൊക്കെ കത്തിപ്പോവും. ഓക്കെ. അപ്പോൾ ഇതാണ് സിംഗിൾ ഫേസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടർ. അപ്പോൾ നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഒരു വേവ് ഫോം വരയ്ക്കുക. അപ്പോൾ വേവ് ഫോം വരയ്ക്കുമ്പം 3 വേവ്സ് വരയ്ക്കുക. അതായത് ഫസ്റ്റ് സ്വിച്ച് S1ൻ്റെ പൾസ്, പിന്നെന്താണ് S1ൻ്റെ പൾസ് വരുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് VD/2 കിട്ടി. ഇനി ഇത് S2ൻ്റെ പൾസ്. അപ്പോൾ രണ്ട് ഓഫായ സമയത്ത് വോൾട്ടേജ് ഇല്ല. അതിൻ്റെ S2 ഓൺ ആക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് VD/2 കിട്ടി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വേവ് ഫോം വരച്ചാൽ മതി. ഇനി ഡിപ്പെൻഡ്സ് ഓൺ ദി ലോഡ്. ഇപ്പോൾ RL ലോഡാണ്. അപ്പോൾ ഓരോ ലോഡിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ വേവ് ഫോംസ് ഉണ്ട്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫുൾ ബ്രിഡ്ജ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.